ആരെങ്കിലും അവിടെ ആരെങ്കിലും ഉണ്ടോ? ആരെ വിളിക്കാനാണ്? എല്ലാം കുടിച്ച് ലക്ക് കേട്ടിരിക്കുക. ഞാൻ ആരെ പോയാ വിളിക്കേണ്ടത്? ഒരു ഗുളിക കിട്ടിയ, ഗ്യാസിന്റെ ഗുളിക. ഇതിപ്പോ ആരെ പറഞ്ഞു വിടും? ഞാൻ തന്നെ പോണ്ടി വരും. റൊണാൾഡിനെ വിളിക്ക. അച്ചാച്ചാ, അതും ഒക്കെ ഫിറ്റ് ആയിട്ട് നിക്കുകയാണ്. അച്ചാച്ചാ വന്നേ. ഭക്ഷണം കഴിച്ച ഫിറ്റൊക്കെ ഇറങ്ങുന്നേ. എന്തു വെച്ചാ? ഒരാൾക്ക് ഗ്യാസ് കയറി. അപ്പൊ അടിച്ചല്ലേ? ഒരു കാര്യം ചെയ്യാം, 90 കുരുമുളക് അടിക്കാൻ പോറും. ഒരു 90 ഡ്രൈ ആയിട്ട് കുരുമുളക് ഒന്ന് പോടാറുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് പുറമെ അതൊന്നും വേണ്ട. ആ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് പറഞ്ഞാലേ ഗ്യാസിന്റെ ഗുളിക കിട്ടും. ഗ്യാസിന്റെ ഗുളിക തരും. ഒരു ഗുളിക അടിച്ചപ്പോ ഗ്യാസ് പോകും. ഒരു ഗുളിക അടിച്ചിട്ടോ. പൈസ 5 രൂപയുടെ വരുള്ളൂ. ബീഫ് അങ്ങനെ തന്നിട്ട് ബാക്കിയില്ല കയ്യില്. വേറെ എന്തെങ്കിലും വേണോ? വേറെ ഒന്നും വേണ്ട, അത് വാങ്ങിച്ചോണ്ട് വാ. ഒന്ന് രണ്ട് ഗുളിക അടിച്ചു. മറ്റേ വെളുത്തുള്ളി ചതച്ച് കൊണ്ടുവരട്ടെ. വെളുത്തുള്ളി കൊണ്ടാ. വെളുത്തുള്ളി ശരി. വലിയ പാട് തന്നെ അമ്മാവാ ഇത്. അമ്മാവാ അതിൽ കൂടെ അങ്ങ് പോയാ? അമ്മാവോ എന്തായി, അടങ്ങിയില്ലേ? കഴിഞ്ഞോ? അപ്പൊ ഒരു പ്ലേറ്റ് അല്ലേ കഴിഞ്ഞത്? എത്ര പ്രാവശ്യം ഇപ്പൊ പോയി ബാത്റൂമില്? കുറച്ച് എല്ലും കപ്പ അമ്മാവൻ കഴിച്ചു. 4ാമത്തെ പ്രാവശ്യം പോണ്. ഇനി ആന്തരിക അവയവങ്ങൾ മാത്രമേ പോവുള്ളൂ, ബാക്കിയൊക്കെ പോയി. അല്ല, അത് എങ്ങനെ സംഭവിച്ചത്? ഇപ്പൊ എന്താ സംഭവിച്ചെന്നുള്ള? നീ എന്ത് കപ്പയും ബീഫാണ് ഉണ്ടാക്കി? അന്താ അമ്മ അങ്ങനെ സംസാരിക്കില്ലേ? അമ്മല്ലേ പറഞ്ഞ ഭയങ്കര ടേസ്റ്റ് നല്ല രുചി എന്ന് പറഞ്ഞ കുറെ കഴിച്ചില്ലേ? വെളിവില്ലാതെ തിന്നുമ്പോ എല്ലാം ടേസ്റ്റ് ആയിട്ട് തോന്നും. ഇനിയിപ്പോ ഇറങ്ങിയപ്പോഴല്ല അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവണേ. അതെ, അല്ലെങ്കിൽ അടുക്കളയിൽ പാചകം പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടില്ല, ആണുങ്ങൾ ഇടപെട്ട് അങ്ങനെ ഇരിക്കും. തുടങ്ങി. ഇനി എന്റെ മണ്ടയ്ക്ക് പഴിയായിരിക്കോ? അതിപ്പോ അവറ്റോടുള്ള ദേഷ്യത്തിന് അത് മുഴുവൻ തിന്നും ചെയ്തു. അവരുടെ ശാപം വല്ലോ ആന്നാ? വയറ് തിളക്കുന്നുണ്ടോ? തിളക്കുന്ന? എവിടെ തിളക്കുന്നു? തിളക്കാന്ന് പറഞ്ഞാൽ പുളിപ്പുള് പുളിപ്പുളന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പ പോണം. അയ്യോ, ഈ മറ്റേ ഏമ്പക്കം അത് പോണണ്ട? ഇപ്പൊ എന്നോട് ഞാൻ പറഞ്ഞതല്ലടാ, പാചകം ചെയ്യണ സമയത്ത് വെള്ളടിക്കരുത്. അമ്മാവ ഞാൻ എല്ലാം കറക്റ്റ് ചേരുവാണ് ചേർത്ത്. ഞാൻ എപ്പോഴും ഉണ്ടാക്കണ പോലെ ഇപ്പൊ അത് പറഞ്ഞു. അമ്മാവന് ഇല്ലേ എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ നമ്മളെ മോശം. എന്തായി? അതൊന്നും പറയണ്ടല്ലോ മോളെ. ഒരു രക്ഷയില്ല കുട്ടിയെ, പോയിക്കൊണ്ടേയിരിക്കാം. ആണോ? ഞാൻ അപ്പോഴേ അമ്മാവനോട് പറഞ്ഞാണ് വലിച്ചു വാരി തിന്നല്ലേ തിന്നുന്നത്. അവർക്ക് വേണ്ടി ഒരു ഇച്ചിരി മാറ്റി വെച്ചപ്പോ അതും കൂടി എടുത്ത് കൊതിയാണ്, കാട്ടുകൊതി. ഇതേ ഫുഡിന്റെ തന്നെ, അല്ലാണ്ട് ഗ്യാസിന്റെ അല്ല. ഗ്യാസിന്റെ അല്ല. ഞാൻ കൊണ്ടുവന്ന ഗുളി കഴിച്ചിട്ട് ഗ്യാസ് മാറിയല്ല. അതെ, പക്ഷെ ഇതിപ്പോ വയറെല്ലാം ഇളകിപ്പോണ്. ഈ ഒരു കാര്യം ചെയ്യ്, വയറിളക്കം നിൽക്കാനുള്ള ഒരു ഗുളിക മേടിച്ചിട്ട് പോയാ വേഗം. വയറിളക്കം നിൽക്കാനുള്ള ഗുളിക? മനുഷ്യരോട് തരുന്ന ഉറങ്ങാനും തമ്മ. ഈ ഏമ്പൊക്കെ ഉള്ള മനുഷ്യരൊക്കെ കപ്പയും കണ്ടിട്ടില്ലാത്തവരോ. റൊണാൾഡേ എന്താ എവിടെ പോണ? നമ്മുടെ ഗിരിരാജമാവിന് കപ്പയെ കറിയിലൊക്കെ ആക്രാന്തം വന്ന് എടുത്ത് കഴിച്ചിട്ട് ഏമ്പക്കോ നെഞ്ചുരുക്കലും ഗ്യാസിന്റെ പ്രശ്നം ഗുളി കുടിക്കാൻ മെഡിക്കൽ സ്റ്റോറിൽ. അയ്യോ, എങ്കിൽ പിന്നെ എനിക്കും കൂടെ ഒരു ഗുളി വാങ്ങിച്ചോണ്ട് കപ്പ ഒഴിച്ച് ഗ്യാസ് കയറി. എന്റെ പൊന്നെ, തമ്പിച്ചേട്ട എവിടുന്നോ ഒരു പൂച്ച എടുത്തോണ്ട് വന്നു. അതെല്ലാം മീനും അതും ഇതും കൂടെ തിന്നിട്ട് വയറ് കയറി പെരുവിയിരിക്കണം. അതിനും ഇത് പോണില്ല, വയറിന് കയറി പെരുവിയിരിക്കല്ലേ. അപ്പൊ ഇളക്കത്തിനെ മെഡിക്കൽ സ്റ്റോറിൽ പിന്നെ വെറ്റിനറിയുടെ ചോദിച്ചാൽ മതി. അത് പൂച്ചയുടെ വയറ്റിൽ മറക്കല്ലേ. ആലോചിച്ചോണ്ടിരിക്കാതെ അമ്മാവന്റെ വയറിളക്കം നിൽക്കാനുള്ള ഗുളി മേടിച്ചിട്ട് വാങ്ങി പോ. വയറിളക്കം നിൽക്കാനുള്ള ഗുളിക മെഡിക്കൽ ഷോപ്പിൽ പറഞ്ഞാ മതി. കൊണ്ടുവരാം. അതാ വീണ്ടും തിളയ്ക്കണം.